ഇപ്പോൾ മേജർ ജനറൽ ഇന്ദ്രപാലൻ നമ്പ്യാർ നമുക്കൊപ്പം ചേരുകയാണ്. ചൈന കൂടി വ്യക്തമായി ചില നിലപാടുകൾ എടുക്കുന്നു. ചൈന പാകിസ്ഥാനെ പരിപൂർണമായിട്ട് പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വരുമ്പോൾ അത് ഏത് തരത്തിലാണ് വ്യാഖ്യാനിക്കേണ്ടത്? ഇങ്ങനെ ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ ചൈനയുടെ ഈ നിലപാട്, ചൈന ഈ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി ഇന്ത്യൻ ബോർഡറിൽ ഉണ്ടാകുന്ന ആ സ്ട്രെസ്സുകളൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് കാണേണ്ടത്? Firstly, China-India relationship, Pakistan relationship കൂടെ stapled അല്ല. It's a separate relationship. നമ്മുടെ ചൈനയും നമ്മുടെ റിലേഷൻഷിപ്പിൽ certain issues ഉണ്ട്, border areas issues ആണ് mostly, and they are limited to certain LAC. So ആ issuesൽ പാകിസ്ഥാൻ ഇൻവോൾവ് അല്ല, and China-India relationship പാകിസ്ഥാന്റെ തീരെ ഇൻവോൾവ്മെന്റ് ഇല്ല. അതേപോലെ ചൈന-പാകിസ്ഥാൻ റിലേഷൻസ് ഇസ് എ ഡിഫറെന്റ് റിലേഷൻ. ചൈനയുടെ പ്രൈമറി ഇൻട്രസ്റ്റ് പാകിസ്ഥാൻ എന്താണ്? അവർക്ക് CPEC, ദാറ്റ് ഈസ് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ അവർക്ക് ഉണ്ടാക്കണം. അത് കാഷ്ഗർ ഫ്രം ദി ചൈനീസ് പ്രോവിൻസ് കോൾഡ് കാഷ്ഗർ, അവിടെ തുടങ്ങിയ 3000 മൈൽ ലോങ് ഇക്കണോമിക് കോറിഡോർ ആണ്, വിച്ച് ഇസ് റണ്ണിംഗ് അപ് ടു ഗ്വാദർ ഇൻ ബലൂചിസ്ഥാൻ. ഈ കോറിഡോർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൈന ഗെറ്റ് റിഡൻഡൻസി ഫോർ പെട്രോളിയം ആൻഡ് മെനി ട്രേഡ് റൂട്ട്സ്. അവർക്ക് മലക്ക സ്റ്റേറ്റിന്റെ അവരുടെ ഒരു വീക്ക്നെസ് ഉണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഒരു ത്രെറ്റ് ഉണ്ട്, അതിനൊരു ചെറിയൊരു റിഡൻഡൻസി കിട്ടുന്നുണ്ട്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തത്. അതർവൈസ് പാകിസ്ഥാൻ അവർക്ക് എടുക്കാൻ ഒന്നുമേ ഇല്ല, പാകിസ്ഥാനിക്ക് ചൈനയ്ക്ക് കൊടുക്കാൻ ഒന്നുമില്ല. പിന്നെ ഇൻ ദ വേൾഡ് ഓർഡർ, ബിക്കോസ് ദ വേൾഡ് ഈസ് പോളറൈസിങ്, അത് കാരണം ഈ പോളറൈസേഷനിൽ ചൈന ഇസ് ട്രൈങ് ടു വിൻ ഫ്രണ്ട്സ്. അപ്പോൾ ഒരു സൈഡിൽ USA, പിന്നെ യൂറോപ്യൻ സ്റ്റേറ്റ്സും ഒരു സൈഡിലേക്ക് കിട്ടുമ്പോൾ ഇന്ത്യ ഇസ് ബിക്കമിങ് സ്ട്രോങ്കർ ടു ഫ്രണ്ട് ഓഫ് USA. US ഒരു ഇന്ത്യയുടെ ഒരു നല്ല ഫ്രണ്ടായി മാറിയിട്ടുണ്ട്, വിച്ച് വാസ് നോട്ട് ദ കേസ്. Things have reversed now. Earlier, Pakistan was close friend of USA. India was not a close friend at all, not an ally at all. ഇത് മാറിയ കാരണമാണ് ചൈന is now looking for some friends. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പില് there is no direct relation to terrorism. In fact, China is itself anti-terrorism. അപ്പോൾ ചൈനയുടെ സ്റ്റേറ്റ്മെന്റ് എന്താ കൊടുത്തിരിക്കണത്? അവര് they stand with Pakistan in fight against terrorism, not for terrorism. അപ്പൊ അവരും പാകിസ്ഥാൻ പറയണം, നിങ്ങൾ ടെററിസം നിർത്തിയാൽ ഞങ്ങൾ കൂടെ ഉള്ളൂ, നിങ്ങൾ പാകിസ്ഥാൻ ടെററിസം ഫൈറ്റ് ചെയ്താൽ അവര് നിർത്തും. പക്ഷെ അത് ദാറ്റ് ഡസ് നോട്ട് മീൻ ഇന്ത്യ ഒരു സ്ട്രോങ് മെഷർ പാകിസ്ഥാന്റെ തിരിച്ച് എടുക്കുകയാണെങ്കിൽ ചൈന അതിൽ ചാടി വരും, അതിന്റെ ചാൻസ് ഇല്ല. പിന്നെ ഒരു പ്രശ്നമൊക്കെ ഉള്ളൂ. ഇപ്പോ സപ്പോസിങ് ആസ് എ ഹൈപ്പോത്തറ്റിക്കൽ കേസിൽ ഇന്ത്യ ഡിസൈഡ്സ് ടു ഗോ ഇൻ ടു POK. അപ്പോൾ ഈ ചൈന എക്കണോമിക് കോറിഡോർ, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, അത് POKയുടെ മുകളിലാണ് പോകുന്നത്. അതിനൊരു ത്രെറ്റ് വന്നു കഴിഞ്ഞാൽ ചൈന അതിൽ ഇൻവോൾവ് ആവും. ഇൻവോൾവ്മെന്റ് ഇൻ ടേംസ് ഓഫ് ഡിപ്ലോമാറ്റിക് ടോക്സ്, ഇൻവോൾവ്മെന്റ് ഇൻ ടേംസ് ഓഫ് ത്രെറ്റ് ടു ഇറ്റ്, ഇൻവോൾവ്മെന്റ് അതിന്റെ സ്ട്രാറ്റജിക് ഇമ്പാക്ട് ഉണ്ടാവും. അതിനായിട്ട് ചൈന ഡെഫിനറ്റ്ലി ഇന്ത്യയെ ദേ വിൽ കോൾ ഫോർ ടോക്സ്, ദേ വിൽ കോൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ്. പക്ഷെ ആ ഇഷ്യൂ നമ്മൾ ടേക്ക് കെയർ ചെയ്താൽ even in case of a major military action by India, we can handle China. ഈ നമ്മുടെ അതോടൊപ്പം തന്നെ ശ്രീ ഇന്ദ്രപാലൻ നമ്പ്യാർ, തൊട്ടടുത്തുള്ള മറ്റ് അയൽ രാജ്യങ്ങൾ, അത് ബംഗ്ലാദേശ് ആണെങ്കിലും മാലിദ്വീപ് ആണെങ്കിലും നേപ്പാൾ ആണെങ്കിലും ശ്രീലങ്കയൊക്കെ ആണെങ്കിലും ഇവരുടെ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് വിത്ത് ചൈന അത് കൂടുതൽ മെച്ചപ്പെട്ടിട്ടില്ലേ? അത് ഇങ്ങനെ ഒരു ക്രൈസിസിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെൻസ്ഡ് സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ അതുകൂടി ഇതിനകത്ത് എടുത്തു പറയണം. ഓക്കെ. അപ്പോ ബംഗ്ലാദേശിലെ കറന്റ് സിറ്റുവേഷൻ ഇൻ ബംഗ്ലാദേശ് ചെറിയൊരു അൺഫേവറബിൾ സിറ്റുവേഷൻ ആയിട്ട് ഇന്ത്യക്ക് ബിക്കോസ് ഓഫ് ദി കറന്റ് ഡെവലപ്മെന്റ്സ്. ബട്ട് അത് നോട്ട് എ മേജർ വറി ടു ഇന്ത്യ. കാരണം ബംഗ്ലാദേശിലെ മിലിറ്ററി പവേഴ്സ് ദേ ഹാവ് വെരി ലിമിറ്റഡ് മിലിറ്ററി കപ്പാസിറ്റി. അപ്പൊ അതിന് വറി ചെയ്യാനില്ല. ആൻഡ് അഗെയിൻ യെസ്, നമ്മുടെ ദി സിലിഗുരി കോറിഡോർ ഈസ് എ സ്മോൾ കോറിഡോർ, അത് സ്ട്രാറ്റജിക് കോറിഡോർ ആണ്. അതിൽ കുറച്ചൊരു ബാധ്യത ഉണ്ടാവും. ബട്ട് വി ആർ കേപ്പബിൾ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ദാറ്റ്. Sri Lanka is already now back to good friendship with India. Sri Lanka നമുക്ക് വറി ചെയ്യാനായിട്ട് ഒന്നുമില്ല. മാൽഡീവ്സ് അവിടെ will be little bit of diplomatic support or non-support, but I think they will bind their stand neutral. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ കറന്റ്ലി ഒരു നല്ല പൊസിഷനിലാണ്. We have been able to win over the world confidence. നമുക്ക് മേജർ സ്റ്റേറ്റ്സ് who make a difference in the world order, especially in Security Council, I think we have strong support from them. So we don't have to worry much on these matters. Pakistan is currently isolated completely. They are isolated economically, they are isolated also diplomatically and politically.
സോ അത് കാരണം ഐ തിങ്ക് വി ആർ ഇൻ എ ഗുഡ് സ്റ്റേറ്റ് ടു ആക്ട്. നമുക്ക് എങ്ങനെ ആക്ട് ചെയ്യുന്നത് അത് ഗംഭീരമായി തീരുമാനിച്ചിട്ട് വി ഷുഡ് ബി ഏബിൾ ടു ആക്ട്. അതായത് ലഡാക്ക് അടക്കമുള്ള ബോർഡർ ഏരിയയിലൊന്നും അങ്ങനെ ഒരു ടെൻസ്ഡ് സിറ്റുവേഷനിലേക്ക് പോകേണ്ട സാഹചര്യമില്ല, ചൈനയുടെ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും, അല്ലേ? അല്ല, ചൈനയുടെ ഡിക്ലറേഷൻ ഇപ്പൊ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവർ ദേ ഹാവ് നോട്ട് സെഡ് എനിത്തിങ് അഗെയിൻസ്റ്റ് ഇന്ത്യ. അവരെന്താ പറഞ്ഞിട്ടുണ്ട്? ദേ ആർ സേയിങ് ഹാവ് എ ന്യൂട്രൽ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ. അത്രേ അവർ പറഞ്ഞിട്ടില്ല. ദേ ഹാവ് നോട്ട് സെഡ് എനിത്തിങ്. ദേ സെഡ് ഫെയർ ആൻഡ് ജസ്റ്റ്, അത്രേ പറഞ്ഞിട്ടില്ല. ആൻഡ് ദേ സെഡ് ദേ സപ്പോർട്ട് പാകിസ്ഥാൻ ഇൻ കൗണ്ടർ ടെററിസം ആക്ടിവിറ്റി. They have not said they support Pakistan against India, or if India goes to war, they will support Pakistan. That is Pakistan പറഞ്ഞിരിക്കുന്നത്. If you see the report, Pakistan പറഞ്ഞിരിക്കുന്നത് China is our all-weather friend എന്ന്. China അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. China certainly will support in case of counter-terrorism action. So ഇതുവരെ ചൈനയുടെ പ്രതികരണം, their reaction, അവര് പാകിസ്ഥാനെ വാറിൽ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യും അതറിയില്ല. പിന്നെ ചൈന ഡെഫിനറ്റ്ലി സപ്ലൈങ് വെപ്പൺസ് ടു പാകിസ്ഥാൻ. അവർക്ക് അതൊരു കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. എത്ര ചൈനയിൽ പാകിസ്ഥാൻ വെപ്പൺ പോകുന്നു, ഇറ്റ് ഇസ് ഗുഡ് ഫോർ ദം, ഇറ്റ് ഗുഡ് ഫോർ ദർ എക്കണോമി. ദേ വിൽ കണ്ടിന്യൂ ടു സെൽ. അത് ആ സെൽ ചെയ്യുന്നത് ഇറ്റ് ഇസ് നോട്ട് ഫോർ അഗെയിൻസ്റ്റ് ഇന്ത്യ ഓർ സംതിങ്. ദേ ആർ സെല്ലിംഗ് ബിക്കോസ് ഇറ്റ് ഇസ് എക്കണോമിക് ഇൻട്രസ്റ്റ്. ഓക്കെ, വളരെ നന്ദി. മേജർ ജനറൽ ഇന്ദ്രപാൽ എന്ന പേരാണ് പ്രതികരിച്ചത്.